അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്താണ് വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മൾക്കും സുഖം തന്നെയാണ്. ഞാൻ ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോ മലബാർ സ്നാക്കായ ഉന്നക്കായാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടി എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണത്. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ നേന്ത്രപ്പഴമാണ്. അത് നന്ന പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ പാടില്ല, അതേപോലെ തന്നെ പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴവും എടുക്കാൻ പാടില്ല. എന്നാൽ പിന്നെ നമ്മൾക്കതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾക്ക് എല്ലാ പഴവും ഇതേപോലെ നമ്മൾക്ക് റൗണ്ടാക്കി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. ഞാൻ ഇതുപോലെയാണ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്താണ് ഞാൻ വേവിക്കുന്നത്. ഞാൻ വേവിക്കുന്നത് നമ്മൾ അപ്പച്ചമ്പിൽ വെച്ചാണ്, അതിൻ്റെ തട്ടിൻ്റെ മുകളിൽ വെച്ചാണ് ഞാൻ ആവി കയറ്റിയിട്ട് എടുക്കുന്നത്. എല്ലാ പഴങ്ങളും നമ്മൾക്ക് ഈ തട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം നന്നായി നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾക്ക് വേവിക്കാം. അതിനുശേഷം ഞാൻ 15 മിനിറ്റ് ആണ് പഴം വേവാനെടുത്തത്. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ പഴമൊക്കെ നന്നായി വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ചൂടാറാൻ വേണ്ടി നമ്മൾക്കതൊന്ന് മാറ്റി വെക്കാം. അതിന് മുമ്പ് നമ്മൾക്കൊരു ഉന്നക്കായ്ക്കൊരു ഫില്ലിങ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് കാണാം. ഞാൻ അതിന് വേണ്ടി 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 5 മുട്ട, ഓരോ മുട്ടയും നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾക്ക് പൊട്ടിച്ചൊഴിക്കാം. 5 മുട്ടയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി അങ്ങനെയാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. ആ 1 കിലോ നേന്ത്രപ്പഴത്തിന് ഈ മധുരം കണക്കാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. നമ്മളെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി നമ്മൾക്ക് ഈ മിക്സ് ഒന്ന് പഞ്ചസാര അലിയുന്നത് വരെ അടിച്ചു വെക്കാം. നന്നായിട്ട് അടിച്ചു വെക്കണം. പഞ്ചസാര ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. എല്ലാം കൂടി അടിച്ച് വെച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഒരു അടുപ്പത്ത് നമ്മൾക്ക് ഒരു ഫ്രൈ പാൻ വെക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 ചെറിയ ഉള്ളിയാണ് ചെറുങ്ങനെയായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് അതിട്ട് കൊടുക്കുക. അത് നന്നായി മൂത്ത് വരണം. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ഒരു കഷ്ണം നമ്മൾ സാധാരണ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരണം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണ് കാഷ്യൂ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിട്ട് കൊടുത്തതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റാണ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾക്ക് മുട്ടയുടെ ബാറ്റർ നന്നായി പഞ്ചസാരയൊക്കെ അലിച്ചെടുത്ത് നന്നായി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ മുട്ട എല്ലാം നന്നായി വെന്ത് എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ മുട്ടയുടെ ഫില്ലിങ്ങിൻ്റെ പാവെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വേവിച്ച് ചെറിയ ചൂട് വേണം, അധികം തണുത്ത് പോകരുത് നമ്മളെ പഴം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യും അതേപോലെ പഴത്തിന് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എഗ് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. എഗ് ബീറ്റർ വെച്ച് നമ്മൾക്ക് കട്ടയില്ലാതെ കഷ്ണങ്ങളില്ലാതെ നന്നായിട്ട് തന്നെ ഇതേപോലെ അടിച്ച് എടുക്കണം. അതിന് നമ്മൾ ചെറിയ ചൂടോട് തന്നെ നമ്മളിത് അടിക്കാൻ നോക്കണം. എല്ലാം നന്നായി അടിച്ച് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ല മിക്സാക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ നന്നായി മിക്സാക്കിയിട്ട് നമുക്കെടുക്കാം. എല്ലാം ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ കഷ്ണങ്ങൾ ഉണ്ടായാൽ നമ്മളെ ഉന്നക്കായ തീരെ ശരിയാവില്ല. എല്ലാം കൂടി മിക്സാക്കി ഞാനൊന്ന് കുറച്ച് നെയ്യും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിൽ നിന്ന് ചെറിയ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായി നമ്മൾ കയ്യിൽ വെച്ച് പരത്തി കൊടുത്തതിന് ശേഷം നന്നായി ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ കായയുടെ തിന്നുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. തീരെ ഒട്ടും കുറഞ്ഞു പോയാൽ വെറും പഴത്തിൻ്റെ ടേസ്റ്റ് മാത്രമേ വരും. ഇതേപോലെ തന്നെ നന്നായി ഉരുട്ടി ഇതിപ്പോൾ കൊടുക്കുക.
ഇതിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത് ചെറുതാക്കാനും പറ്റും, അതുപോലെ തന്നെ വലുതാക്കാം. അതൊക്കെ അവരവരെ ഇഷ്ടമാണ്. വലുതാക്കുന്നെങ്കിൽ വലുതാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക, അതല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു വകയൊക്കെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. എല്ലാ പഴവും നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അധികം പഴുത്ത് പോയാൽ നമ്മൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എണ്ണയിലിടുമ്പോൾ നന്നായിട്ട് എണ്ണ പിടിക്കും. പഴം കൊണ്ട് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിയ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ബോക്സിൽ വെച്ച് നമുക്ക് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാം. അതായത് നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് എടുത്ത് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് എണ്ണയിലിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാം കൊണ്ടും നല്ലൊരു സ്നാക്കാണ് ഇത്. നമ്മൾക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്നാക്കാണ്. ഇനി എല്ലാം കൂടി ഞാൻ പകുതി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് 1 കിലോ പഴത്തിന് 22 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൽ നിന്ന് പകുതി എടുത്ത് ഇതേപോലെ ഓരോന്നായിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം. ഒരു മീഡിയം സൈസിൽ മീഡിയത്തിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. നല്ല ബ്രൗൺ കളറായിട്ട് നമ്മൾ ഗോൾഡ് കളറായിട്ട് വേണം ഉന്നക്കായ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. എല്ലാം നന്നായിട്ട് നമ്മൾ മൊരിഞ്ഞ് ആദ്യം ഇട്ടതൊക്കെ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് കോരി മാറ്റാം. എല്ലാ ഉന്നക്കായും നമ്മൾ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു നന്നായിട്ട് എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾക്കതൊന്ന് കോരി മാറ്റാം. എല്ലാം മാറ്റിയതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ ഇടയുന്നു. അതും കൂടി ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, ഒന്നും പൊട്ടാതെ തന്നെ നമ്മളെ ഉന്നക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക, സപ്പോർട്ട് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നൊരു